ഹരി ഓം. ഹരേ ഗുരുവായൂരപ്പ ശരണം. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സംസ്കൃത നവനീതത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഒരു ശിവധ്യാനം ചൊല്ലി അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഈ ഒരു ധ്യാനത്തിൽ പരമശിവൻ്റെ വിശ്വരൂപത്തെ, അതായത് ഭഗവാന്റെ കോസ്മിക് ഫോം വർണ്ണിക്കുന്നു ഈ ശ്ലോകത്തിൽ. പ്രപഞ്ചത്തിൻ്റെ പ്രതീകമായി ശിവഭഗവാനെ ഇതിൽ പറഞ്ഞിരിക്കുന്നു. പ്രപഞ്ചം മുഴുവൻ അദ്ദേഹത്തിൻ്റെ ശരീരമാണ് എന്ന തരത്തിലാണ് ഈ ശ്ലോകത്തിൽ വരുന്നത്. പ്രപഞ്ചം മുഴുവൻ അദ്ദേഹത്തിൻ്റെ ശരീരമായി ധ്യാനിക്കുകയാണ് ഈ ശ്ലോകത്തിൽ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഈ ശ്ലോകം ചൊല്ലാം. പീഠം യസ്യ ധരിത്രീ ജലധരകലശം ലിംഗമാകാശമൂർത്തി നക്ഷത്രം പുഷ്പമാല്യം ഗ്രഹഗണകുസുമം ചന്ദ്രവന്യർക്കനേത്രം കുക്ഷിസപ്തസമുദ്രോ ഭുജഗിരിശിഖരം സപ്തപാതാളപാദം വേദം വക്ത്രം ഷഡംഗം ദശദിശി വസനം ദിവ്യലിംഗം നമാമി. അപ്പോൾ ഇതിൻ്റെ അർത്ഥം നോക്കാം. അപ്പോൾ ഇവിടെ ആദ്യം പീഠം എന്ന് പറയുമ്പോൾ ഇരിപ്പിടം, ആസനം എന്നൊക്കെ ഉള്ള അർത്ഥമാണ്. യസ്യ എന്ന് പറയുമ്പോൾ ആരുടെ, അതായത് ഇവിടെ ഭഗവാനെയാണ് നമ്മൾ ഇതിൽ ധ്യാനിക്കുന്നത്, പരമശിവനെയാണ് ധ്യാനിക്കുന്നത്. അപ്പോൾ യസ്യ എന്ന് പറയുമ്പോൾ ഭഗവാന്റെ, പരമശിവൻ്റെ എന്നർത്ഥം വരും. ധരിത്രി എന്ന് പറയുമ്പോൾ ഭൂമി അഥവാ പ്രപഞ്ചം എന്നുള്ള അർത്ഥവും ഉണ്ട്. ജലധര കലശം, ജലധര എന്ന് പറഞ്ഞാൽ മേഘം എന്നാണ് പറയുന്നത്, മേഘം എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ കലശം എന്ന് പറഞ്ഞാൽ കുടം എന്നർത്ഥം. അപ്പോൾ ഭഗവാന്റെ പീഠം, ഭഗവാൻ ഇരിക്കുന്ന ഇരിപ്പിടം എന്ന് പറയുന്നത് ഭൂമി അല്ലെങ്കിൽ പ്രപഞ്ചം തന്നെ എന്ന് പറയാം. ഭൂമിയാണ് ഭഗവാന്റെ ഇരിപ്പിടം. അതുപോലെ ഭഗവാന്റെ ജലപാത്രം, കുടം എന്ന് പറയുന്നത് മേഘമാണ്. അത് കഴിഞ്ഞ് പറയുന്നു ലിംഗമാകാശമൂർത്തി. ആകാശം, ലിംഗം എന്ന് പറഞ്ഞാൽ അർത്ഥം ഒരു അടയാളം, ചിഹ്നം എന്നൊക്കെ അർത്ഥം. അതുപോലെ വ്യാപിക്കുക എന്നൊരർത്ഥവും ലിംഗത്തിനുണ്ട്. അപ്പോൾ ലിംഗം ഇവിടെ ശരിക്കും സാധാരണയായിട്ട് നമ്മൾ എടുക്കുമ്പോൾ അർത്ഥം അടയാളം അല്ലെങ്കിൽ ചിഹ്നം, എന്തിനെങ്കിലും കുറിക്കുന്ന എന്നുള്ള അർത്ഥം വരുന്നതാണ് ലിംഗം. അപ്പോൾ ഭഗവാന്റെ ശരീരം എന്ന് പറയുന്നത് ആകാശം ആയിട്ടാണ് പറയുന്നത്. ലിംഗം ആകാശമൂർത്തി എന്ന് പറയുമ്പോൾ ഭഗവാന്റെ ശരീരം ആകാശമാണ്, ഭഗവാന്റെ ശരീരം. ഇനി നക്ഷത്രം പുഷ്പമാല്യം. അപ്പോൾ ഭഗവാൻ അണിഞ്ഞിരിക്കുന്ന മാല, പുഷ്പമാല എന്ന് എന്നത് നക്ഷത്രങ്ങൾ കൊണ്ടുണ്ടാക്കിയതാണ്. നക്ഷത്രങ്ങൾ ആണ് മാലയായിട്ട്, നക്ഷത്രങ്ങൾ കൊണ്ടുള്ള മാല. എന്നിട്ടോ ആ മാലയിൽ ഗ്രഹഗണ കുസുമം. അപ്പോൾ നക്ഷത്രങ്ങൾ കൊണ്ടുള്ള മാലയിൽ ഗ്രഹങ്ങളാകുന്ന പൂക്കൾ അതിൽ ഉണ്ട്, ആ മാലയിൽ അടങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നു. അതുപോലെ ചന്ദ്രവന്യർക്ക നേത്രം. ഇനി ഭഗവാന്റെ നേത്രങ്ങൾ, കണ്ണിനെ കുറിച്ച് പറയുകയാണ്. കണ്ണുകൾ, ഭഗവാന്റെ 3 കണ്ണുകളാണ്, ത്രിനേത്രം ആണ്. അപ്പോൾ അവിടെ ഭഗവാന്റെ കണ്ണുകളെന്ന് പറയുന്നത് ചന്ദ്രൻ, വന്നി, അർക്കൻ. ചന്ദ്രൻ, അഗ്നി, സൂര്യൻ. ചന്ദ്രൻ, സൂര്യൻ, അഗ്നി, ഇത് 3ഉമാണ് ഭഗവാന്റെ കണ്ണുകളായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നു. ഇനി പറയുന്നു കുക്ഷി സപ്തസമുദ്രോ. കുക്ഷി എന്ന് പറയുന്നത് ഉദരം, വയറ്. അപ്പോൾ ഭഗവാന്റെ ഉദരം അല്ലെങ്കിൽ വയറെന്ന് പറയുന്നത് സപ്തസമുദ്രങ്ങളാണ്, 7 സമുദ്രങ്ങളാണ് ഭഗവാന്റെ ഉദരമായിട്ട് പറയുന്നത്. ഇനി ഭുജഗിരി
ഭുജഗിരി ശിഖരം, ഭുജം എന്ന് പറഞ്ഞാൽ കൈ എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഗിരിശിഖരം, ഗിരി പർവ്വതം, ശിഖരം ആ പർവ്വതത്തിൻ്റെ കൊടുമുടി എന്നുള്ള അർത്ഥം. അപ്പോൾ പർവ്വതത്തിൻ്റെ കൊടുമുടിയാണ് ഭഗവാന്റെ കൈകളായിട്ട് പറഞ്ഞിരിക്കുന്നു. ഇനി ഭഗവാന്റെ പാദങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. സപ്തപാതാള പാദം. അപ്പോൾ 7 പാതാളങ്ങളാണ് ഭഗവാന്റെ പാദങ്ങളായിട്ട് പറയുന്നത്. അതായത് അതല വിതല അങ്ങനെ തുടങ്ങി പാതാളം വരെയുള്ള അതല വിതല സുതല തലാതല മഹാതല രസാതല പാതാളം, ഇങ്ങനെയാണ് സപ്തപാതാളം പറയുന്നത്. അപ്പോൾ ഈ 7 പാതാളങ്ങളും ഭഗവാന്റെ പാദങ്ങളായിട്ട് പറയുന്നു. ഇനി അടുത്തത് പറയുന്നു വേദം വക്ത്രം. ഇനി ഭഗവാന്റെ വായ അല്ലെങ്കിൽ മുഖം എന്ന് പറയുന്നത് വേദങ്ങളാണ്. വേദം അതായത് ഋഗ്, യജുസ്, സാമ, അഥർവ, ഇങ്ങനെ 4 വേദങ്ങളുണ്ടല്ലോ. അപ്പോൾ ഈ 4 വേദങ്ങളുമാണ് ഭഗവാന്റെ മുഖമായിട്ട് പറയുന്നു. അതുപോലെ ഷഡംഗം, ആ വേദങ്ങളും അതിൻ്റെ ഷഡംഗം 6 അംഗങ്ങളും ആണ് ഭഗവാന്റെ മുഖമായിട്ട് പറയുന്നത്. അതായത് വേദങ്ങൾ 4 വേദങ്ങളെന്ന് പറയുന്നത് ഋഗ്, യജുസ്, സാമ, അഥർവം, ഇത് 4 അതുപോലെ അതിൻ്റെ 6 അംഗങ്ങൾ, ഷഡംഗങ്ങൾ, വേദങ്ങളുടെ ഷഡംഗങ്ങളെന്ന് പറയുന്നത് ശിക്ഷ, ഛന്ദസ്, വ്യാകരണം, നിരുക്തം, കൽപ്പം, ജ്യോതിഷം, ഇങ്ങനെ 6 അംഗങ്ങളാണ് വേദങ്ങൾക്കുള്ളത്. അപ്പോൾ ഈ വേദങ്ങൾ 4 വേദങ്ങളും അതിൻ്റെ 6 അംഗങ്ങളുമാണ് ഭഗവാന്റെ മുഖം ആയിട്ട് പറഞ്ഞിരിക്കുന്നു. ഇനി പറയുന്നു ദശദിശി വസനം. ഇനി വസനം, ഭഗവാൻ ധരിച്ചിരിക്കുന്ന എന്താണ്, ഭഗവാന്റെ വസ്ത്രം എന്താണ് എന്നാണ് അടുത്തത് പറയുന്നത്. ദശദിശി, ദശദിശി എന്ന് പറയുമ്പോൾ 10, ദിശി എന്ന് പറഞ്ഞാൽ ദിക്കുകൾ എന്നർത്ഥം. അപ്പോൾ ദിശി 10 ദിക്കുകളെയുമാണ് ഭഗവാൻ തൻ്റെ വസ്ത്രമായിട്ട് ധരിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ 10 ദിക്കുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കിഴക്ക്, പടിഞ്ഞാറ്, വടക്ക്, തെക്ക്, വടക്ക് കിഴക്ക്, തെക്ക് കിഴക്ക്, വടക്ക് പടിഞ്ഞാറ്, തെക്ക് പടിഞ്ഞാറ്, പിന്നെ മുകളിലും താഴെ, മേലെ കീഴെ. അപ്പോൾ ഇത്രയുമാണ് 10 ദിക്കുകൾ. അപ്പോൾ ഈ 10 ദിക്കുകളെയും ഭഗവാൻ വസ്ത്രമായിട്ട് ധരിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ദിക്കുകളെ വസ്ത്രമായി ധരിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ ഭഗവാന് വരുന്നൊരു നാമം, ഭഗവാന്റെ നാമമാണ് ദിഗംബരൻ എന്നൊരു നാമം ഭഗവാനുണ്ട്. ദിക്കുകളെ, അമ്പരം എന്ന് പറഞ്ഞാൽ വസ്ത്രം, അപ്പോൾ ദിക്കുകളെ വസ്ത്രമാക്കിയ ഭഗവാൻ എന്ന അർത്ഥത്തിൽ ദിഗംബരൻ എന്ന ശിവന് നാമമുണ്ട്. ഇനി അപ്പോൾ അങ്ങനെയുള്ള ദശദിശി വസനം ദിവ്യലിംഗം നമാമി, അങ്ങനെയുള്ള ആ ദിവ്യലിംഗത്തെ, ദിവ്യമായ ആ ലിംഗത്തെ, ആ ശരീരത്തെ ഞാൻ നമാമി, ഞാൻ നമസ്കരിക്കുന്നു എന്നാണ് ഈ ധ്യാനത്തിൽ പറയുന്നത്. ഇപ്പോൾ എന്തൊരു വളരെ മനോഹരമായിട്ടുള്ളൊരു ധ്യാനമാണ്. ആ പ്രപഞ്ചം മുഴുവനും ആ മഹാദേവൻ്റെ ശരീരമായിട്ടാണ് നമ്മൾ ഈ ധ്യാനത്തിൽ, ഈ ഒരു ശ്ലോകത്തിൽ ധ്യാനിക്കുന്നത്. ഭഗവാനെ പ്രപഞ്ചം മുഴുവനും ഭഗവാന്റെ ശരീരമായിട്ട് ധ്യാനിക്കുന്നു. അപ്പോൾ ഒന്നുകൂടെ അതിൻ്റെ അർത്ഥം മുഴുവനായിട്ട് പറയാം. ഭഗവാന്റെ ഇരിപ്പിടം ഭൂമിയാണ്. ആ ഭൂമിയിൽ ഭഗവാന്റെ ജലപാത്രം എന്ന് പറയുന്നത് മേഘങ്ങളാണ്. ഭഗവാന്റെ ശരീരം എന്ന് പറയുന്നത് ആകാശം തന്നെയാണ്. ആ ആകാശത്തിലെ നക്ഷത്രങ്ങൾ കൊണ്ടുള്ള മാലയിൽ ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയ മാലയിൽ ഗ്രഹങ്ങളെ ആകുന്ന പൂക്കൾ കൊണ്ടും ഉണ്ടാക്കിയ മാല, അതാണ് ഭഗവാൻ ധരിച്ചിരിക്കുന്നത്. ഭഗവാന്റെ മാലയിൽ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളുമാണെന്ന് പറയുന്നു. അതുപോലെ ഭഗവാന്റെ ത്രിനേത്രങ്ങൾ, ചന്ദ്രൻ, സൂര്യൻ, അഗ്നി എന്ന 3 നേത്രങ്ങൾ ഭഗവാനുണ്ട്. ഭഗവാന്റെ ഉദരം, 7 സമുദ്രങ്ങൾ ഭഗവാന്റെ ഉദരമാണ്. പർവ്വത അഗ്രം അല്ലെങ്കിൽ കൊടുമുടി, അത് ഭഗവാന്റെ കൈകളായി പറഞ്ഞിരിക്കുന്നു. ഭഗവാന്റെ കൈകൾ പർവ്വതങ്ങളുടെ കൊടുമുടിയാണ്.
പാദങ്ങൾ, പരമശിവൻ്റെ പാദങ്ങൾ സപ്തപാതാളങ്ങളാണ്. അതല വിതല സുതല തലാതല മഹാതല രസാതല പാതാളം. ഇങ്ങനെ 7 സപ്തപാതാളങ്ങളാണ് ഭഗവാന്റെ പാദങ്ങളായിട്ട് പറഞ്ഞിരിക്കുന്നു. വേദങ്ങളും അതിൻ്റെ 6 അംഗങ്ങളും ഭഗവാന്റെ വക്ത്രം, മുഖമായിട്ട് പറഞ്ഞിരിക്കുന്നു. 10 ദിക്കുകൾ, ദശദിശി വസനം, 10 ദിക്കുകളെ ഭഗവാൻ വസ്ത്രമായിട്ട് തൻ്റെ വസ്ത്രമായിട്ട് ധരിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള ആ ഭഗവാനെ, ആ ദിവ്യലിംഗത്തെ ഞാൻ നമസ്കരിക്കുന്നു എന്നാണ് ഈ ഒരു ശ്ലോകത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത്. ഇപ്രകാരമാണ് ഈ ഒരു ഭാവത്തിൽ ഭഗവാനെ ധ്യാനിക്കുക എന്ന് പറയുന്നത് വളരെ ഇതായിട്ടുള്ള, കാരണം ഇത്രയും മനോഹരമായിട്ടുള്ളൊരു ശ്ലോകമാണ്. അപ്പോൾ ഭഗവാൻ സമസ്ത പ്രപഞ്ചത്തെയും തൻ്റെ ഉള്ളിലടക്കി ധ്യാനനിരതനായിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഈ ശ്ലോകം ഒന്നുകൂടെ ചൊല്ലിക്കൊണ്ട് ഇത് പൂർത്തിയാക്കാം. പീഠം യസ്യ ധരിത്രീ ജലധരകലശം ലിംഗമാകാശമൂർത്തി നക്ഷത്രം പുഷ്പമാല്യം ഗ്രഹഗണകുസുമം ചന്ദ്രവന്യർക്കനേത്രം കുക്ഷിസപ്തസമുദ്രോ ഭുജഗിരിശിഖരം സപ്തപാതാളപാദം വേദം വക്ത്രം ഷഡംഗം ദശദിശി വസനം ദിവ്യലിംഗം നമാമി. സർവം ഗുരുപവനപുരേശ്വരാർപ്പണമസ്തു.